Hi everyone, welcome back to Kavitha Sugar and Spice. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു നെയ് പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ഡിഷാണ്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു തലശ്ശേരി നെയ് പത്തിരിയാണ്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. റോഷ്നി എന്നാണ് അവളുടെ പേര്, റോഷ്നി കോയട്ടി. അപ്പോൾ അവൾ തന്ന റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നെയ് പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് ചോറുണ്ടാക്കുന്ന അരി അല്ലെങ്കിൽ പൊന്നി അരി അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് റെഡിയാക്കി വയ്ക്കാം. നമ്മുടെ വെള്ളം തിളയ്ക്കാനുള്ളൊരു ഭാവത്തിലാണ് ഇവിടെ. വെട്ടി തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സ്റ്റേജ് ഇതേ അടിയിൽ ഇങ്ങനെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ അരി ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ നമ്മുടെ കഴുകി വെച്ച അരിനെ ഇതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ പാത്രം അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ പാത്രം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് 3 തൊട്ട് 4 മണിക്കൂറോ അല്ലെങ്കിൽ 4 തൊട്ട് 5 മണിക്കൂർ കവർ ചെയ്ത് വെക്കണം. അത് ഓരോരോ അരിയുടെ കണക്കനുസരിച്ച്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂറേ കവർ ചെയ്തുള്ളൂ. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് അരയ്ക്കാൻ പോവാണ്. അപ്പം ഞാനിത് പകുതിയായിട്ട് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോണത്. ഗ്രൈൻഡറിലാണ് അരയ്ക്കണമെങ്കിൽ മുഴുവനായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കുതിർത്തി വെച്ച അരി അതിലിട്ടു. നമ്മൾ 1/2 കപ്പ് തേങ്ങയാണ് ആകെ ആവശ്യം. അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ ചെറിയ ഉള്ളി 8 എണ്ണം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 4 എണ്ണം അതിലിട്ടു. പെരിഞ്ജീരകം 3/4 സ്പൂണാണ് ഇതിലിടുന്നത്. ആകെ 1.5 ടേബിൾ സ്പൂണാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ 2 ബാച്ചായിട്ട് കഴിയുന്നിടത്തോളം വെള്ളം കുറച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്പത്തിരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്യാണ്. ഇതിൽ കുറച്ച് വെള്ളപ്പറ്റുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പറ്റ് എന്തായാലും കുറച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ മൈദ ഇടാം അല്ലെങ്കിൽ അരിപ്പൊടി ഇടാം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി തന്നെയാണ് ചേർക്കാൻ പോകുന്നത്. ടൈറ്റ് ആവുന്ന ഒരു കണക്ക് വരേക്കും അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. ഇത് നമുക്ക് 3 വിധത്തിൽ പരത്താം. ഇപ്പോൾ ചപ്പാത്തിയേക്കാളും കുറച്ച് വലിയൊരു ഉണ്ട എടുക്കുക. അത് പരത്തിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്തിരി പ്രസറിൽ വെച്ചിട്ടാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാച്ച്മെൻറ്റ് പേപ്പർ ഇങ്ങനെ വെച്ച് ഇതിലിങ്ങനെ ഒരു ഉണ്ട വയ്ക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ അടിച്ചാൽ മതി. ഇതിൻ്റെ ഈ മെയിൻ ഹാൻഡിൽ വെച്ച് പരത്തി വളരെ തിന്നാക്കരുത്. ഒന്ന് വെറുതെ ഇങ്ങനെ വിരലുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പാച്ച്മെൻറ്റ് പേപ്പർ പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൽ വെച്ചത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. ഇത് പത്തിരി നമ്മുടെ അരിപ്പത്തിരിയൊക്കെ ആക്കുന്ന പോലെ അത്ര തിന്നാക്കാൻ പാടില്ല. ഏകദേശം ഇങ്ങനെ ഇത് നമുക്ക് അപ്പം തന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പത്തിരി ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ഒരു ഹൈയിൽ നല്ല ചൂടായ സ്ഥിതിയിലാണ് ഇട്ടിട്ട് ഞാൻ തീ കുറച്ച് മീഡിയത്തിലേക്ക് ആക്കി. അപ്പോൾ ഇത് പൂരി പോലെയൊക്കെ ഏകദേശം ഇങ്ങനെ പൊങ്ങി വരും. പക്ഷേ അത്ര സ്പീഡിലായിരിക്കില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊന്തി വരും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുമ്പം ഒരുപാട് ആഡ് ചെയ്യേണ്ടി വന്നു, വെള്ളപ്പറ്റ് വളരെ അധികമായിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഉള്ളിയുടെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതൊന്ന് ചതച്ചിട്ട് കൊടുക്കണം. കാരണം ഒരുപാടൊക്കെ അരിപ്പൊടി ഇട്ടാൽ നമ്മുടെ
പത്തിരിയുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കും. അത് കാരണം ഇതിന് കുറച്ച് കട്ടിയുള്ള കാരണം കുറച്ചധികം നേരം നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും കുക്കാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നെയ്പത്തിരി റെഡി. ഞാനിതേ ഒന്നും കൂടി കാണിച്ചു തരാം. വേറൊരു കാര്യം, നിങ്ങൾ നെയ്പത്തിരി പരത്തി വെച്ചിട്ട് എല്ലാം കൂടി ചുടാമെന്ന് വിചാരിക്കരുത്. പരത്തുന്നതിനൊപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പോവും. ഇപ്പോൾ ഈ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നന്നായി പഫ്ഡപ്പായി പൊങ്ങി അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറിയുടെ കൂടെ മാത്രമല്ല, നിങ്ങൾക്കൊരു സ്നാക്കായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്ക് ടേക്ക് കെയർ. ബൈ.